ഏവർക്കും നമസ്കാരം. KSEBയുടെ ആക്ച്വൽ ഡേ ബില്ലിങ്ങിനെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതെന്താണെന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ വൈദ്യുതി ബില്ല് കണക്കാക്കുന്നത് 3 തരത്തിലാണ്. വൈദ്യുതി ഉപയോഗിച്ച ദിനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ബില്ല് തയ്യാറാക്കുക. പ്രതിമാസ ബില്ലുകളെക്കുറിച്ചും ബൈമന്ത്ലി ബില്ലുകളെക്കുറിച്ചും നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ദയവായി ശ്രദ്ധിക്കുക. കൂടുതൽ അറിവുകൾക്കായി ബിൽ രക്ഷകൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് TOD ബില്ലിങ്ങിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 3ാമത്തെ ഇനം ബില്ലിനെക്കുറിച്ചാണ്. ഇതിനെ ആക്ച്വൽ ഡേ ബില്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 2024 മാർച്ചിൽ അയ്യപ്പൻ ചേട്ടൻ തന്റെ വാടക വീട് ഒഴിയുകയാണെന്ന് കരുതുക. 10 ദിവസം മുമ്പാണ് അദ്ദേഹം അവസാനമായി കറന്റ് ബിൽ അടച്ചത്. എന്നാൽ വീടൊഴിയുന്ന ദിവസം വീട്ടുടമസ്ഥൻ പറയുകയാണ്, കഴിഞ്ഞ 10 ദിവസത്തെ ബില്ല് കൂടി അടച്ചിട്ട് പോയാൽ മതിയെന്ന്. ഇന്ന് തന്നെ അത് അടയ്ക്കണമെന്ന് അദ്ദേഹം കണിശമായി പറഞ്ഞു. അയ്യപ്പൻ ചേട്ടന്റെ 10 ദിവസത്തെ വൈദ്യുതി ഉപയോഗം 100 യൂണിറ്റാണ്. സാധാരണ വീടുകളിൽ 2 മാസം കൂടുമ്പോഴാണല്ലോ ബില്ല് വരുന്നത്. എന്നാൽ ഈ രീതിയിൽ 10 ദിവസത്തെ ഉപയോഗത്തെ 60 ദിവസത്തേക്ക് എത്രയാകും എന്ന് കണക്കാക്കിയാണ് ബില്ല് തയ്യാറാക്കുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ കണക്കൊന്ന് ശ്രദ്ധിക്കുക. പ്രതിമാസ ബില്ല് വരുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിന് ഇതേപോലെ 10 ദിവസത്തേക്ക് 100 യൂണിറ്റ് ഉപയോഗം വന്നാൽ എനർജി ചാർജ് എത്രയാകുമെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ 2 ബില്ലിങ്ങിലും എനർജി ചാർജിനു പുറമെ ആനുപാതികമായ ഫിക്സഡ് ചാർജ്, ഡ്യൂട്ടി, മീറ്റർ റെന്റ്, ഫ്യുവൽ സർചാർജ് എന്നിവ കൂടി ഉൾപ്പെടും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനലിന്റെ ഒപ്പം കൂടുക. നന്ദി.